പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലെ ടെറസിന് മുകളിലുള്ള വാട്ടർ ടാങ്കിന് പറ്റിയ ഒരു എട്ടിൻ്റെ പണിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. പണി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? എന്നാൽ എനിക്കും അറിയില്ല. നമുക്ക് കണ്ടുപിടിച്ച് പരിശോധിക്കാം. പമ്പ് ഓൺ ചെയ്ത് ടാങ്കിൽ വെള്ളം നിറച്ചാലും ഓവർഫ്ലോ പൈപ്പിലൂടെ വെള്ളം പുറത്തു പോകുന്നില്ല. ഈ കാരണം കൊണ്ട് ടാങ്കിൽ വെള്ളം നിറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോകുന്നു. ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയി ടെറസിലെ ഓവിലൂടെ താഴെ വരുമ്പോഴാണ് വെള്ളം നിറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അപ്പോഴേക്കും ധാരാളം വെള്ളം നഷ്ടപ്പെട്ടിരിക്കും. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഓവർഫ്ലോ പൈപ്പിൻ്റെ ലെവലിൽ നിന്നും വെള്ളം ഉയർന്നിട്ടും വെള്ളം ഓവർഫ്ലോ ആകുന്നില്ല. ഒടുവിൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നു. താഴത്തെ ടാപ്പുകൾ തുറന്നാൽ ആദ്യം നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നു. പിന്നെ അത് നൂലുപോലെ ആകുന്നു. അപ്പോൾ എവിടെയോ അടവ് സംഭവിച്ചു എന്നത് വ്യക്തം. ഓവർഫ്ലോ പൈപ്പിൽ അടവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് അത് കട്ട് ചെയ്ത് നോക്കാം. സാധാരണയായി ആഹാര വേസ്റ്റുകൾ ഈ പൈപ്പിൽ കൊത്തിക്കൊണ്ട് വയ്ക്കുന്നത് കാക്കകളുടെ ഒരു പതിവാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. പൈപ്പ് കട്ട് ചെയ്തിട്ടും വെള്ളം കുറേശ്ശേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അടവ് സംഭവിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള ഒരു ടാപ്പ് തുറന്നു നോക്കി. അപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാണ്. ഈ കാണുന്നതാണ് ടാങ്കിൽ നിന്നും വരുന്ന മെയിൻ വാൽവ്. ഇത് ഒന്ന് അടച്ചും തുറന്നൊക്കെ നോക്കാം. അപ്പോഴും പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ടാപ്പിന് എവിടെയോ അടവ് സംഭവിച്ചിരിക്കുക. ടാങ്കിലെ വെള്ളമെല്ലാം തുറന്ന് കുറേശ്ശെ കളഞ്ഞു. ഇപ്പോൾ ഈ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടാങ്കിനകത്തിറങ്ങി ഒരു കമ്പി വെച്ച് പൈപ്പിലൂടെ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. പൈപ്പിൽ കമ്പി ഇട്ടപ്പോൾ എന്തോ അടഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്നു. എന്തോ അടഞ്ഞിരിക്കുന്നതായിട്ട് ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ വാൽവിൻ്റെ അപ്പുറം വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവ് തന്നെ. അപ്പോൾ ഈ വാൽവിനും ടാങ്കിനും ഇടയിലാണ് അടവ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി ഞാൻ പമ്പിൽ നിന്ന് വരുന്ന പൈപ്പ് കട്ട് ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞിട്ട് മെയിൻ വാൽവ് കട്ട് ചെയ്തു. അപ്പോൾ എന്തോ ചകിരി പോലെ അടഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. അത് ചകിരിയൊന്നുമല്ല, അത് ചെടിയുടെ വേരാണ് എന്ന് കാണുന്നു. ഈ വേര എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് അറിയാൻ കഴിയുന്നില്ല. ബാക്കി ഭാഗത്ത് വരുന്ന വേര് കൂടെ വലിച്ചെടുത്തപ്പോൾ വെള്ളം നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. അപ്പോൾ ടാങ്കിന് അടുത്ത് നിന്ന ഈ ചെടിയിൽ നിന്നുമാണ് ഈ വേരുകൾ അതിൻ്റെ ത്രെഡ് വഴി അകത്ത് കടന്നത്. അപ്പോൾ ടാങ്കിന് ചുറ്റും ചെടികൾ വളർന്നു നിന്നാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഭാഗത്തൊരു ആൽമരം നിൽപ്പുണ്ട്. അപ്പോൾ ഒരുപാട് വേരുകൾ അതിനകത്ത് കയറി അടഞ്ഞ് വെള്ളം പുറത്തേക്ക് വരാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാങ്ക് ഒന്ന് നീക്കി ഈ ചെടികളെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ടാങ്ക് നീക്കി നോക്കിയപ്പോൾ അയ്യോ, ഈ ആൽമരത്തിൻ്റെയും ചെടിയുടെയും എല്ലാം വേരുകൊണ്ട് അടിഭാഗം നിറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ ഈ വേരുകൾ വലുതായി ടാങ്ക് പൊട്ടിപ്പോകാൻ തന്നെ സാധ്യതയുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് വീണ്ടും ടാങ്ക് പഴയ സ്ഥിതിയിലേക്ക് വെച്ച് പുതിയ വാൽവൊക്കെ കണക്ട് ചെയ്യാം. ഈ ചെടിയിൽ നിന്നാണ് വേര് ആ പൈപ്പിനുള്ളിൽ കടന്നത്. അപ്പോൾ നമുക്ക് ടാങ്ക് പഴയ സ്ഥിതിയിലേക്ക് ഫിറ്റ് ചെയ്യാം. ടാങ്ക് പഴയ സ്ഥിതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടാങ്കിൽ വെള്ളം നിറച്ച് നോക്കാം. ഇപ്പോൾ ഓവർഫ്ലോ പൈപ്പിൻ്റെ ലെവലിലെത്തിയിട്ടുണ്ട്. ഓവർഫ്ലോ പൈപ്പിലൂടെ വെള്ളം ഓവർഫ്ലോ ആകുന്നു. എല്ലാം ശരിയായിട്ടുണ്ട്. ടാങ്കിന് ചുറ്റും ചെടികൾ വളർന്നാൽ അപ്പോൾ തന്നെ പിഴുതുമാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.